ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഹെൽത്ത്, ആർട്ട് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, താഴെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൂവ്മെൻറ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ എസ്കേപ്പിംഗ് ഫ്രം ഡേഞ്ചർ. താഴെ പറയുന്നവയിൽ അപകട സന്ദർഭങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സഹായിക്കുന്ന ചലനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ക്രൗൾ അഥവാ ഇഴഞ്ഞു നീങ്ങുക, ബാലൻസ് ആൻഡ് വാക്ക് ബാലൻസ് ചെയ്ത് നടക്കുക, ഹോപ്പ് ഓൺ വൺ ലെഗ് ഒറ്റക്കാലിൽ ചാടുക, കോൾ 112 ഒക്കെ 112 വിളിക്കുക. ഉത്തരം ഏതാണ്? കോൾ 112 അഥവാ 112 വിളിക്കുക എന്നുള്ളതാണ്. കാരണം അതെന്താണ്? ഒരു ചലനമല്ല അല്ലേ, അത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് നെയിം എനി 5 ഫോക്ക് ഗെയിം. ഏതെങ്കിലും 5 നാടൻ കളികളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? കുളംകര, ആട്ടക്കളം, തലയിൽ തൊട്ടുകളി, നാരങ്ങാപ്പാല്, കണ്ണുകെട്ടിക്കളി. ഒന്നുകൂടെ പറയാം: കുളംകര, ആട്ടക്കളം, തലയിൽ തൊട്ടുകളി, നാരങ്ങാപ്പാല്, കണ്ണുകെട്ടിക്കളി. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഇതേപോലെ തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, മംഗ്ലീഷാക്കി എഴുതിയാൽ മതി എന്ന് മാത്രം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോക്ക് ഗെയിംസ് ആൻഡ് മോഡേൺ ഗെയിംസ്. നാടൻ കളിയുടെയും ഇന്നത്തെ കളികളുടെയും പ്രത്യേകതകൾ എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ 5 നാടൻ കളികൾ പറഞ്ഞു. അപ്പോൾ മോഡേൺ ഗെയിംസ് ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, അങ്ങനെയുള്ളതൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതയാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം നമുക്ക് നാടൻ കളി അഥവാ ഫോക്ക് ഗെയിം നോക്കാം. പണച്ചിലവില്ല, ചുറ്റുവട്ടത്ത് കിട്ടുന്നവയാണ്, പ്രകൃതി സൗഹൃദമാണ്, പ്രായഭേദമന്യേ എല്ലാവർക്കും കളിക്കാം, കുറഞ്ഞ സ്ഥലത്തും കളിക്കാം, ഏതു പ്രതലത്തിലും കളിക്കാം. ചീപ്പ്, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ്, നേച്ചർ ഫ്രണ്ട്ലി, ഓൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്തൗട്ട് എനി ഏജ് ലിമിറ്റ്, can be played in a small place, can be played on any surface. ഓക്കെ, ഇനി ഇന്നത്തെ കളി അഥവാ മോഡേൺ ഗെയിംസിൻ്റെ നോക്കാം. കളി ഉപകരണങ്ങൾക്ക് നല്ല വില കൊടുക്കണം, കടയിൽ നിന്നും വാങ്ങണം, പ്രകൃതി സൗഹൃദമല്ല, പാവപ്പെട്ടവർക്ക് അപ്രാപ്യം, സിന്തറ്റിക് പ്രതലം, പ്രത്യേക ട്രാക്ക് എന്നിവ ആവശ്യമാണ്. അഥവാ കോസ്റ്റ്ലി പ്ലേ എക്യുപ്മെൻറ്റ്സ്, മസ്റ്റ് ബൈ ഫ്രം ദ സ്റ്റോർ, നോട്ട് നേച്ചർ ഫ്രണ്ട്ലി, അൺഅഫോർഡബിൾ ഫോർ ദ പുവർ, നീഡ് സിന്തറ്റിക് സർഫേസ് ഓർ സ്പെഷ്യൽ ട്രാക്ക്. അപ്പോൾ രണ്ട് രീതിയിലാണല്ലോ. ഒന്ന് നാടനായിട്ട് നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും എങ്ങനെ വേണമെങ്കിലും കളിക്കാം, അതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. മറ്റൊന്നെന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വേണം. മാത്രമല്ല അതിന് സിന്തറ്റിക് ട്രാക്കുകളും സർഫേസും അതുപോലെ സ്പെഷ്യൽ ട്രാക്കും ഒക്കെ ആവശ്യമാണ്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് റാബീസ് ഇഞ്ചക്ഷൻ. റാബീസ് ഇഞ്ചക്ഷൻ എന്ത്? റാബീസ് വൈറസ് ബാധയെ തടയുന്നതിനായി നൽകുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. രോഗബാധിതരായ മൃഗങ്ങളുടെ അഥവാ നായ, പൂച്ച തുടങ്ങിയവ കടിയേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ വാക്സിൻ നൽകേണ്ടത് നിർബന്ധമാണ്. ഇത് 0, 3, 7, 14, 28 ദിവസങ്ങളിൽ 5 ദിവസമായി നൽകപ്പെടുന്നു. കൂടാതെ കടുത്ത കേസുകളിൽ റാബീസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കടിയേറ്റ സ്ഥലത്ത് നേരിട്ട് നൽകുകയും ചെയ്യുന്നു. Rabies injection is the primary treatment to prevent rabies virus infection. If bitten by an infected animal, dog, cat, etc., the vaccine must be administered within 24 hours. The scheduled 5 doses given on days 0, 3, 7, 14 and 28. In severe cases, rabies immune globulin is directed administrative at the bitten site. അപ്പോൾ വൈറസ് ആയിട്ടുള്ള ഇപ്പോൾ നായക്കോ പൂച്ചക്കോ എന്തിനെങ്കിലുമൊക്കെ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള വാക്സിൻ എടുക്കും അല്ലേ. അപ്പോൾ അത് 5 ഡോസായിട്ടാണ് 1, 0, 3, 14, 28, 7 എന്നുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് റാബീസ് ഇഞ്ചക്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി 5ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് അക്കുകളി. അക്കുകളി കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ ഗുണങ്ങളാണ് അക്കുകളി കൊണ്ട് ഉണ്ടാവുന്നത്? എല്ലാവരും അക്കൊക്കെ കളിക്കാറുണ്ടാവും അല്ലേ. മാനസിക ഉല്ലാസം, ശരീര സന്തുലനം കൈവരിക്കുക, ഏകാഗ്രത കൈവരിക്കുക, ഒറ്റക്കാലിൽ കാര്യക്ഷമമായി ചാടാൻ സാധിക്കുക, പേശി ശക്തി കൈവരിക്കുക. Entertainment, achieve body balance, achieve concentration, be able to jump effectively,
എഫിഷ്യൻ്റ്ലി ഓൺ വൺ ലെഗ്, അറ്റൈൻ മസ്കുലർ സ്ട്രെങ്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കുകളി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ അക്കു കളിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക, ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതല്ലേ. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം, വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ഹോക്കി? ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൊടവയാണ്, അഥവാ കൂർഗാണ്. ഇൻ കൊടക് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക, കർണാടകയിലെ കൊടക് ഡിസ്ട്രിക്റ്റ് ആണ്. 7ാമത്തേത്, വാട്ട് ഈസ് ഫ്രീ മൂവ്മെൻറ്റ്? സ്വതന്ത്ര ചലനം എന്നാൽ എന്ത്? ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും നാം ചെയ്യുന്ന ഓട്ടം, ചാട്ടം, നടത്തം തുടങ്ങിയ അടിസ്ഥാന ചലനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സ്വതന്ത്ര ചലനങ്ങൾ. ഒന്നുകൂടെ വായിക്കാം. ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും നാം ചെയ്യുന്ന ഓട്ടം, ചാട്ടം, നടത്തം തുടങ്ങിയ അടിസ്ഥാന ചലനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സ്വതന്ത്ര ചലനങ്ങൾ. Free movement are activities we perform by combining basic movements such as running, jumping and walking, which we use in daily activities and physical activities. 8ാമത്തെ പ്രവർത്തനം, ലോക കായിക രംഗത്തിന് ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവന എന്നറിയപ്പെടുന്ന കളി ഏത്? ലോക കായിക രംഗത്തിന് ഇന്ത്യ നൽകിയ സംഭാവന എന്നറിയപ്പെടുന്ന കളി. Which sports item is known as the greatest contribution of Indian to world sports? ഏതാണ്? ചെസ്സാണ്, അഥവാ ചതുരംഗം. ചെസ് എന്ന് ഇംഗ്ലീഷിൽ പലരും ചതുരംഗം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതാണ് ഇന്ത്യൻ കായിക രംഗത്തിന് അല്ലെങ്കിൽ ലോക കായിക രംഗത്തിന് ഇന്ത്യ നൽകിയ മഹത്തായ സംഭാവന. 9ാമത്തെ ചോദ്യം, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രക്ചേർഡ് മൂവ്മെൻറ്റ്. ഘടനാപരമായ ചലനത്തിന് ഉദാഹരണങ്ങൾ എഴുതുക. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ബാസ്കറ്റ് ബോൾ, നടത്ത മത്സരം, ഫുട്ബോൾ മത്സരം. ഓക്കെ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ബാസ്കറ്റ് ബോൾ, വാക്കിംഗ് കോമ്പറ്റീഷൻ, ഫുട്ബോൾ, ഇതൊക്കെയാണ് ഘടനാപരമായ ചലനം എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അതർ നെയിംസ് ഓഫ് അക്കുകളി? നമ്മൾ നേരത്തെ അക്കുകളിയുടെ ഗുണങ്ങൾ പറഞ്ഞു അല്ലേ. ഇനി അക്കുകളിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അക്കുകളി, ഡക്കുകളി, മെഡാസ്, വട്ടുകളി, പാണ്ടിക്കളി, ഈ പേരുകളിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഒരു അക്കുകളി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. 11, വാട്ട് ഈസ് ബേസിക് മൂവ്മെൻറ്റ്സ്? അടിസ്ഥാന ചലനങ്ങൾ എന്നാൽ എന്ത്? ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും നാം സാധാരണ ചെയ്യുന്ന ചലനങ്ങളാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. These are the movements that we normally do to perform our daily activities and also to participate in physical activities. 12, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ സ്ട്രക്ചറൽ മൂവ്മെൻറ്റ്. ഘടനാപരമായ ചലനങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? ഫുട്ബോൾ ഹെഡ് ചെയ്യുക, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ട മത്സരം, നടത്ത മത്സരം, ബാസ്കറ്റ് ബോൾ. ഓക്കെ, ഹെഡ് ദ ഫുട്ബോൾ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, റേസ്, വാക്കിംഗ് കോമ്പറ്റീഷന്, ബാസ്കറ്റ് ബോൾ പ്ലേയിങ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ജനറൽ നോളജൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ന്യൂസും പേപ്പേഴ്സൊക്കെ വായിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആർട്ട് എഡ്യൂക്കേഷൻ ആണ്. അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1ാമത്തേത്, വാട്ട് ആർ ദ തിങ്സ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ റേഡിയോ പ്ലേസ്? റേഡിയോ നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റേഡിയോ പ്ലേസിൽ സ്ക്രിപ്റ്റ് എഴുതുകയാണെന്ന് വിചാരിക്കുക. എന്തൊക്കെ ശ്രദ്ധിക്കണം? കഥാപാത്രത്തിന് അനുസൃതമായ സംഭാഷണ ശൈലി ഉണ്ടായിരിക്കണം, ആശയ വ്യക്തത ഉണ്ടായിരിക്കണം, ശബ്ദ സഹായത്താൽ പശ്ചാത്തലം തിരിച്ചറിയൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡയലോഗ് സ്യൂട്ടബിൾ ടു ദ ക്യാരക്ടേഴ്സ്, ക്ലാരിഫൈ ഓഫ് കൺസെപ്റ്റ്, ഐഡൻറ്റിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൗണ്ട് എഫക്ട്സ്. ഓക്കെ. 2ാമത്തത്, വാട്ട് ഈസ് അസംബ്ലാഷ് ആർട്ട്? വാട്ട് ഈസ് അസംബ്ലാഷ് ആർട്ട്? അസംബ്ലാഷ് ആർട്ട് എന്നാൽ എന്ത്? എന്താണത്? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും അല്ലേ. മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ വസ്തുക്കളെ കലാപരമായി ആശയത്തിന് പിൻബലത്തിൽ ക്രമീകരിക്കുന്ന കലാശാഖയാണ് അസംബ്ലാഷ് ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ വസ്തുക്കളെ കലാപരമായി ആശയത്തിൻ്റെ പിൻബലത്തിൽ ക്രമീകരിക്കുന്ന കലാശാഖയാണ് അസംബ്ലാഷ് ആർട്ട്. Assemblage art is the stream of art that arranges man-made and natural materials in an artistic way. Then, 3ാമത്തെ ചോദ്യം, what is the importance of background music in drama?
നാടകത്തിലെ പശ്ചാത്തല സംഗീതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് നാടകത്തിലെ പശ്ചാത്തല സംഗീതം കൊടുക്കുന്നത്? നാടകരംഗങ്ങളിലെ ഭാവം, അന്തരീക്ഷം, മാനസികാവസ്ഥ എന്നിവയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംഗീതമാണ് പശ്ചാത്തല സംഗീതം. നാടകത്തിലെ പ്രത്യേകമായ സംഭവങ്ങൾക്കോ സംഘർഷങ്ങൾക്കോ കൂടുതൽ ആസ്വാദനം നൽകുന്ന സംഗീതത്തെയോ ശബ്ദത്തെയോ സാന്ദർഭിക സംഗീതം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ പറഞ്ഞു? നാടകത്തിലെ ഭാവം അല്ലെങ്കിൽ അന്തരീക്ഷം, അവിടുത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുന്നത്. Then music used to intensify the feelings and emotions and tenses of the scene that when a drama is staged in is served as background music. In theatre, incidental music is music or sounds used in theatre on specific occasions and scenes showing conflicts or situations that are entertaining. നാലാമത്തേത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പിയാനോ. പിയാനോയെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. പശ്ചാത്യ സംഗീതത്തിലെ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളിൽ ഒന്നാണ് പിയാനോ. ഇത് കട്ടകൾ ഉപയോഗിച്ച് വായിക്കുന്ന ഒരു തന്ത്രിവാദ്യമാണ്. പിയാനോയെ ശബ്ദരംഗങ്ങൾ സൃഷ്ടിക്കുന്നത് തന്ത്രികൾ ഏൽപ്പിക്കപ്പെടുന്ന മൃദുപ്രഹരങ്ങൾ മൂലമാണ്. ഗ്രാൻഡ് പിയാനോ, അപ്രൈറ്റ് പിയാനോ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള പിയാനോകളാണ് ഉള്ളത്. ഓക്കെ, പിയാനോ അല്ല, അവിടെ പിയാനോകളാണ് ഉള്ളത് എന്ന് എഴുതി കൊടുക്കാം. Piano is one of the most important instruments in Western music. It is a string instrument that is played using keys. The soft touches on the keys of the piano create music. There are two different types of pianos named grand piano and upright piano. അപ്പോൾ രണ്ട് പിയാനോകളുണ്ട്, അത് ഏതാണെന്നും ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് പിയാനോകളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് എനി 5 മെറ്റീരിയൽസ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് എ കൊളാഷ്. കൊളാഷ് നിർമ്മിക്കാൻ ആവശ്യമായ ഏതെങ്കിലും 5 വസ്തുക്കളുടെ പേരെഴുതുക. പേപ്പർ, തുണി, ലോഹ കഷ്ണങ്ങൾ, സൂചി, ഇലകൾ. പേപ്പർ, ക്ലോത്ത്സ്, മെറ്റൽ പീസസ്, നീഡിൽ, ലീവ്സ്. ഇതും കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 5 എണ്ണത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സ്? ക്രിയാത്മക നാടകം എന്നാൽ എന്ത്? നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മനോധർമ്മമനുസരിച്ച് പരിസ്ഥിതിയെയോ വസ്തുവിനെയോ വേഷത്തെയോ ക്രിയാത്മകമായി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്രിയാത്മക നാടകം. ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രസൻറ്റിംഗ് either the environment, objects or appearance in a creative manner. Okay. ഏഴാമത്തേത്, വാട്ട് ഈസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്? ഗീവ് എക്സാമ്പിൾസ്. സംഗീതവാദ്യങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ശ്രുതിവാദ്യങ്ങളിൽ പാട്ടുകൾ വായിക്കാറില്ല. പാട്ടുകൾ വായിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ പൊതുവിൽ സംഗീതവാദ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം വയലിന്, വീണ, പുല്ലാങ്കുഴൽ, ഗിറ്റാർ. ഇതൊക്കെ എന്താണ്? സംഗീതവാദ്യങ്ങൾ ആണ്. Songs are not played on drawn instruments. Instruments with which songs can be played are known as musical instruments. Example, violin, വീണ, ഫ്ലൂട്ട്, ഗിറ്റാർ. അപ്പോൾ എന്താണ് സംഗീതവാദ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഏഴാമത്തെ ചോദ്യം, ഹൗ മെനി ബേസിക് നോട്ട്സ് ആർ ദർ ഇൻ വെസ്റ്റേൺ മ്യൂസിക്? പശ്ചാത്തല സംഗീതത്തിൽ എത്ര അടിസ്ഥാന സ്വരങ്ങളുണ്ട്? എത്രയാണ്? 7 എണ്ണമാണുള്ളത്. 7 എന്ന് എഴുതുക. അടുത്തത് വർക്ക് എഡ്യൂക്കേഷൻ്റെ സെക്ഷനാണ് നോക്കുന്നത്. വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ്? ബിസിനസ്സിന് പ്രതിഫലം എന്താണ്? ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് അല്ലെ? ബിസിനസ്സിന് ലാഭമാണ് കിട്ടുന്നത്. രണ്ടാമത്തത്, വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, വിപണനം എന്നീ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനമാണ് ബിസിനസ്. ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ ലാഭം നേടുക എന്നതാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി എൻഗേജ് ഇൻ ഫോർ പ്രോഫിറ്റ് ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് എയിംസ് ടു റീപ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ. അപ്പോൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, അതിൻ്റെ വിതരണം, അതുപോലെ തന്നെ വിപണനം എല്ലാം കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ബിസിനസ് അല്ലേ? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്? തൊഴിൽ എന്നാൽ എന്ത്? വരുമാനം ലഭിക്കുന്നതിനായി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിലുടമയുടെ കീഴിലാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ജോലിക്ക് പ്രതിഫലമായി ഒരു നിശ്ചിത ശമ്പളം ലഭിക്കുന്നു. തൊഴിലുടമ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ ഇതിന് ആവശ്യമാണ്. Employment refers to working under someone to receive an income. In other words, employees work under an employer. They receive a specific wage or salary for the work done. They are required to have the qualification specified by the employer.
ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. തൊഴിലിന് ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. ബാങ്ക് ജീവനക്കാർ, സർക്കാർ ജോലിക്കാർ, പോലീസ്, ക്ലർക്ക്, ഇവരൊക്കെ എന്താണ്? തൊഴിലുകളാണ്. ബാങ്ക് എംപ്ലോയീസ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ക്ലർക്ക്, പോലീസ് എക്സെട്ര. അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഗിവൻ ടു പീപ്പിൾ ഹു പ്രസൻറ്റ് പ്രോഗ്രാംസ് ഓൺ ദ റേഡിയോ. റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്ക് പറയുന്ന പേരെന്ത്? എന്താണ്? റേഡിയോ ജോക്കി എന്നാണ് പറയാറ് അല്ലേ? റേഡിയോ ജോക്കി. ആറാമത്തെ ചോദ്യം വാട്ട് ഈസ് പോട്ടിംഗ് മിക്സ്ചർ. പോട്ടിംഗ് മിശ്രിതം എന്നാൽ എന്ത്? പോട്ടിംഗ് മിശ്രിതം പോട്ടിംഗ് മണ്ണ് അഥവാ പോട്ടിംഗ് കമ്പോസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇത് പാത്രങ്ങളിൽ സസ്യങ്ങൾ വളർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു മിശ്രിതമാണ്. Potting mixture, also known as potting soil or potting compost, is a mixture designed for growing plants in containers. ഏഴാമത്തെ ചോദ്യമാണ് ഹു ഇൻവെന്റഡ് റേഡിയോ എക്സ്പ്ലെയിൻ. ലാസ്റ്റ് ചോദ്യമാണ് റേഡിയോ കണ്ടുപിടിച്ചതാരെ വിശദീകരിക്കാനാണ് പറയുന്നത്. റേഡിയോ ഏതെങ്കിലും ഒരാളാണ് കണ്ടുപിടിച്ചത് എന്ന് പറയാൻ സാധ്യമല്ല. പല ശാസ്ത്രജ്ഞരും ഗവേഷകരും റേഡിയോയുടെ കണ്ടെത്തലിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ പ്രായോഗിക വയർലെസ് ടെലിഗ്രാഫ് വികസിപ്പിച്ചതിൻ്റെ ബഹുമതി ഗൂഗ്ലിയൽമു മാർക്കോണിക്കാണ്. മാർക്കോണി ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഇറ്റ് കനോട്ട് ബി സെഡ് ദാറ്റ് റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ എ പെർട്ടിക്കുലർ പേഴ്സൺ. മെനി സയൻറ്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ഹാവ് പ്ലേഡ് എ റോൾ ഇൻ ദ ഇൻവെൻഷൻ ഓഫ് റേഡിയോ. But the credit of developing the first practical wireless telegraph is given to Guglielmo Marconi. He was an electrician. ഓക്കെ, അപ്പോൾ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് മാത്രം എഴുതിയാൽ മതി. അതെല്ലാം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ വേണം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അപ്പോൾ ഇത്രയുമാണ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. നമ്മൾ ആദ്യം പറഞ്ഞു കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ കൂട്ടുകാർ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി അറിയുന്ന കാര്യങ്ങളൊക്കെ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.